ഏറ്റുമാനൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്തു. രാത്രിയിൽ തൊഴിലാളികളുടെ താമസ സ്ഥലത്തേക്ക് മാരകായുധങ്ങളുമായി അതിക്രമിച്ച് കയറിയായിരുന്നു കവർച്ച. 7 മൊബൈൽ ഫോണുകളും 1 ലക്ഷത്തിലധികം രൂപയും മോഷണം പോയി എന്നാണ് പരാതി. ജ്യോതിഷ് മോഹൻ വിവരങ്ങളുമായി ചേരുന്നു. ജ്യോതിഷ്, ഇതെന്താണ് സംഭവം? ഏറ്റുമാനൂരിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അർദ്ധരാത്രിയോടുകൂടി ഒരു സംഘം എത്തുകയായിരുന്നു. ഇവർ ഈ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളും 1 ലക്ഷത്തിനടുത്ത് വരുന്ന അവരുടെ സമ്പാദ്യവും കവർന്നു എന്നാണ് ഇവരുടെ പരാതി. 7 മൊബൈൽ ഫോണുകളാണ് നഷ്ടപ്പെട്ടതെന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുമാനൂർ പോലീസിൽ ഈ തൊഴിലാളികൾ രാത്രി തന്നെ എത്തി പരാതി നൽകി. ഏറ്റുമാനൂർ പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ആ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആരാണ് എത്തിയെന്നുള്ളത് തുടങ്ങിയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഏറ്റുമാനൂർ പോലീസ്. ഏതായാലും ഈ സ്ഥലവുമായി പരിചയമുള്ള ഒരു സംഘം തന്നെ ആയിരിക്കണം ഇവിടെ എത്തി ഇത്തരത്തിൽ ഒരു അതിക്രമം കാണിച്ചതെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഏതായാലും വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി തന്നെയാണ് ഈ സംഘം എത്തിയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. 7 മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ ഇവരുടെ ഒരു സമ്പാദ്യമായ 1 ലക്ഷം രൂപയുമാണ് ഈ ക്യാമ്പിൽ, അതായത് ഈ പ്രദേശത്ത് വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഈ ഒരു സംഘം ഇന്നലെ അർദ്ധരാത്രി എത്തി ഭീഷണിപ്പെടുത്തി കവർന്നുകൊണ്ട് പോയത്. അജിൻ.